ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഈ ചാനലിലെ 2026 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം കുറച്ച് വൈകിയെങ്കിലും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. 2026 ഒരു കിടിക്കാച്ച് വർഷമാട്ടെ. ആദ്യത്തെ 2026 ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 2026 എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് പടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. 2026 മലയാള സിനിമയ്ക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ 2025 അത്രത്തോളം കിടിലൻ മൂവീസ് ആണ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ 2026 ഇതേ ജേണി തുടരാൻ കുറെ പവർ പാക്ഡ് ആയിട്ടുള്ള മൂവീസ് വരുന്നുണ്ട്. അപ്പം ആ മൂവീസിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് പാട്രിയോട്ട്. നമ്മുടെ മമ്മൂക്കായും ലാലേട്ടനും ഒരുമിച്ച് വരുന്ന, വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു പടമാണിത്. ഇതിനകത്ത് ഫഹദ് ഫാസിലുണ്ട്, നമ്മുടെ കുഞ്ചാക്കോ ബോബനുണ്ട്, പിന്നെ നയൻതാരയുണ്ട്. അങ്ങനെ വലിയൊരു താരനിരയുള്ള ഒരു പടമാണ് നമ്മുടെ പാട്രിയോട്ട്. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ജയസൂര്യയുടെ 2 പടങ്ങളാണ്. ഒന്ന് കത്തനാറിന്റെ റിലീസ് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ ഈ വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആട് 3. ആട് ഒരു രക്ഷയില്ല. 2 ആടിന്റെ 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ എനിക്ക് അത്രത്തോളം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും, ഷാജി പാപ്പൻ ആയിക്കോട്ടെ, അറക്കലബു ആയിക്കോട്ടെ, അങ്ങനെ സർബത്ത് ഷമീർ, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ എല്ലാവരുടെയും ഡ്യൂട്ട് അത്രയും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പടമായത് തന്നെ ആട് 3ക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ 2 മൂന്നാം ഭാഗങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ദൃശ്യം 3. ജോർജ് കുട്ടി വരുന്ന കൊന്നിട്ട് ഇപ്പോ എത്ര വർഷങ്ങളായി, എന്നിട്ട് പുള്ളീനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം 2026. ദൃശ്യം 3 മിക്കവാറും ഏപ്രിൽ വരുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ഡയറക്ടർ ചോയ്സിലുള്ള കുറച്ച് മൂവീസിനെ കുറിച്ച് പറയാം. വല, പിന്നെ അതുപോലെ തന്നെ മോളിവുഡ് ടൈംസ്, ബാലൻ, ഇതൊക്കെ നമ്മളൊരു ഡയറക്ടർ ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് 2026. അതുപോലെ ഗിരീഷ് ഏടി, നിവിൻ പോളി പടം, അതിന്റെ ഇതെന്ന് റിലീസ്, അതുപോലെ ഷൂട്ടിന്റെ പുരോഗമനമൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അതും ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ബേസിൽ ജോസഫ് സാംബോയ് ആയിട്ട് വരുന്ന അതിരടി, അതൊരു പൊളിപ്പടമായിരിക്കും. കാര്യം അതിന്റെ ഒരു കാസ്റ്റ് ക്രൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി കാണുന്ന ഒരു പടമാണ്. പിന്നെ പൃഥ്വിരാജിന്റെ ഖലീഫ വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ കാത്തിരിക്കുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ്. ഇതൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു 2026 എന്ന് പറയുന്ന വേറെ ലെവലാകട്ടെ. നിങ്ങൾ കാത്തിരിക്കുന്ന പടങ്ങൾ ഇതിനകത്ത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതിനു മുന്നേ ഡയറക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രോജക്റ്റ് വെച്ചിട്ടും അതുപോലെ തന്നെ നടന്മാരുടെ സെലക്ഷനും വെച്ചിട്ടാണ് ഞാൻ ഈ പടങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തത്. ഇതിനകത്ത് ഇനിയും പടങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.